സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. സങ്കീർത്തനം. സങ്കീർത്തനങ്ങളെക്കുറിച്ച് തുടർമാനമായി നാം പഠിച്ചു വരികയായിരുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഇന്ന് അവസാനത്തെ സങ്കീർത്തനമായ 150 സങ്കീർത്തനത്തിൽ നാം എത്തി നിൽക്കുകയാണ്. മനോഹരമായ ആ സങ്കീർത്തനം നമുക്കൊന്ന് വായിച്ചുകൊണ്ട് അതിൻ്റെ പഠനം തുടങ്ങാം. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് സങ്കീർത്തനങ്ങളുടെ പഠന പരമ്പര യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് ഇത് തുടങ്ങുമ്പോൾ 150 സങ്കീർത്തനം വരെ കൊണ്ടെത്തിക്കാൻ കഴിയുമോ എന്ന ആകുലത എനിക്കുണ്ടായിരുന്നു. ഈ സങ്കീർത്തനങ്ങളുടെ പഠനവും ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്ന സന്ദർഭത്തിൽ പലവിധമായ പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും നിരാശപ്പെട്ടു പോയ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഈ അവസാന സങ്കീർത്തനത്തിൽ എത്തി നിൽക്കുമ്പോൾ ദൈവത്തിന് ഞാൻ 1000 നന്ദിയും മഹത്വവും കരയറ്റുകയാണ്. സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനാണ് ഞാൻ. സാധുവായ എന്നെക്കൊണ്ട് ഈ 150 സങ്കീർത്തനങ്ങളും വരും കാല തലമുറയ്ക്ക് വേണ്ടി ഈ നിലയിൽ ചെയ്ത് അപ്ലോഡ് ചെയ്യിക്കാൻ കൃപ ചെയ്ത ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ മഹത്വം കരയറ്റുകയാണ്. ഒരുപാട് സഹോദരങ്ങൾക്ക് കർത്താവിൻ്റെ വചനം കൂടുതലായി പഠിക്കുന്നതിനും കർത്താവിനോട് കൂടുതൽ അടുക്കുന്നതിനും ഈ സങ്കീർത്തന പഠനങ്ങൾ മുഖാന്തരമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരാധനാവേളകളിൽ സങ്കീർത്തനങ്ങളുടെ പ്രബോധനങ്ങളെ നിരാകരിച്ചിരുന്നവരും നിഷേധിച്ചിരുന്നവരും അതിനെ അവഹേളിച്ചിരുന്നവരും ഉണ്ട്. പക്ഷേ കാലം അവരെയൊക്കെ കർട്ടന് പിന്നിലേക്ക് മാറ്റിയപ്പോഴും ദൈവവചനത്തിൻ്റെ ആ സ്ഥിരതയും അതിൻ്റെ ആധികാരികതയും ഇന്നും നിലനിൽക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ആത്മീയമായ ആവേശവും പ്രചോദനവും പകർന്നു നൽകുന്നതായിരുന്നു സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം. വേദപുസ്തകത്തിലെ ഒരുപാട് ആത്മീക മർമ്മങ്ങൾ പുതിയതായി മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞത് ഈ ദൈവത്തിൻ്റെ വചന പഠനമായിരുന്നു. ഓരോ എപ്പിസോഡും കഴിയുമ്പോൾ ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ, ഫോൺ കോളുകൾ ഈ ശുശ്രൂഷയിൽ എന്നെ കൂടുതൽ വിനയാന്വിതനാക്കുകയാണ്. ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ എപ്പോഴും ഇപ്പോഴും പ്രേരിപ്പിക്കുകയാണ്. നിങ്ങളിത് കേൾക്കുക മാത്രമല്ല, ദൈവവചനം പഠിക്കാൻ താല്പര്യമുള്ള മലയാളികളായ സഹോദരങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ കൂടെ ഞാൻ ദൈവസ്നേഹത്തിൽ പ്രബോധിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. പ്രധാനപ്പെട്ട 3 ചിന്തകൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 150 സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതകളാണ്. 150 സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങൾ അഥവാ 5 വാല്യങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ വാല്യവും അവസാനിക്കുന്ന ഭാഗം യഹോവയെ സ്തുതിപ്പീൻ എന്ന പ്രബോധനമായിരുന്നു. ഞാനതൊന്ന് തിരുവെഴുത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. 1-ാം ഭാഗം 1 മുതൽ 41 വരെയുള്ള സങ്കീർത്തനങ്ങളാണ്. അതിലെ അവസാന വാക്യം അഥവാ 13-ാമത്തെ വാക്യം, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ആമേൻ ആമേൻ. 2-ാം ഭാഗം 42 മുതൽ 72 വരെയുള്ള സങ്കീർത്തനങ്ങളാണ്. അതിൻ്റെ അവസാന വാക്യം അഥവാ 19-ാമത്തെ വാക്യം, അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഭൂമി മുഴുവനും അവൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ, ആമേൻ ആമേൻ. 3-ാം ഭാഗം 73-ാം സങ്കീർത്തനം മുതൽ 89-ാം സങ്കീർത്തനം വരെയായിരുന്നു.
അതിലെ അവസാന വാക്യം അഥവാ 89 സങ്കീർത്തനം 52 വാക്യം, യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ആമേൻ ആമേൻ. 4 പുസ്തകം 90 മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങളായിരുന്നു. അതിലെ അവസാനത്തെ വാക്യം 106 സങ്കീർത്തനം 48 വാക്യം, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. 5 ഭാഗം 107 സങ്കീർത്തനം മുതൽ 150 സങ്കീർത്തനം വരെ ആയിരുന്നു. 5 ഭാഗം തുടങ്ങുന്നത് യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 107 സങ്കീർത്തനം 1 വാക്യം. ബാക്കി 4 ഭാഗങ്ങളിലും ആരംഭിക്കുന്നത് ദൈവത്തെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല, എന്നാൽ 5 ഭാഗം ആരംഭിക്കുന്നത് പോലും യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവസാനിക്കുമ്പോൾ 150 സങ്കീർത്തനത്തിൽ എത്തി നിൽക്കുമ്പോൾ മുഴുവനും ദൈവത്തെ സ്തുതിക്കുക എന്ന പ്രബോധനങ്ങളാണ്. ദൈവത്തെ എവിടെയൊക്കെ സ്തുതിക്കണം എന്നാണ് അതിൻ്റെ 1-ാമത്തെ വാക്യം. ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. സ്തുതിപ്പ് നിർവഹിക്കപ്പെടേണ്ടുന്ന 2 സ്ഥലങ്ങളാണ്, 2 തലങ്ങളാണ് അവിടെ പറയുന്നത്. മന്ദിരത്തിൽ സ്തുതിപ്പീൻ, ആകാശവിധാനത്തിൽ സ്തുതിപ്പീൻ. ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. ആകാശവിധാനം എന്ന പദം സ്വർഗത്തെയും വിവക്ഷിക്കുകയാണ്. ഭൂമിയിലെ മന്ദിരത്തിലെ ആരാധന, അവിടെ യാഗകർമാദികളുണ്ട്. എണ്ണയും വടയും ഒക്കെ നിവേദിക്കുന്ന, കാളയും കോലാറ്റുകൊറ്റനെയും ഒക്കെ കണ്ടിക്കുന്ന അക്ഷരീകമായ ചടങ്ങുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആകാശവിധാനത്തിൽ, സ്വർഗത്തിൽ ഇങ്ങനെയുള്ള യാതൊരു അക്ഷരീകമായ ചടങ്ങുകളുമില്ല. ഭൂമിയിലെ മന്ദിരത്തിൽ മനുഷ്യൻ ആരാധനയ്ക്കായി വരുമ്പോൾ അവൻ്റെ ആവലാദികൾ അവതരിപ്പിക്കുമായിരുന്നു. അവൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതിൻ്റെ പ്രതിവിധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ ആവലാതി പറച്ചിലുകളില്ല, അവിടെ അല്ലാഹങ്ങളില്ല, അവിടെ അലട്ടലുകളില്ല, അവിടെ ഭാരങ്ങളില്ല, അവിടെ പ്രാരാബ്ദങ്ങളില്ല. അവിടെ നാം ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ടേ ഇരിക്കും. സഹോദരങ്ങളെ, സ്വർഗത്തിൽ നമ്മളൊരു ആരാധനയുടെ ആത്മീക തലത്തിലായിരിക്കും. ജനിച്ച കാലം മുതൽ തോച്ചാസം ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ നമുക്കാർക്കും ഒരു മുഷിച്ചിലും തോന്നിയിട്ടില്ല, കുറച്ചു നേരം അത് നിർത്തിവെക്കാം എന്ന് തോന്നിയിട്ടില്ല. നമ്മുടെ നിലനിൽപ്പ് തന്നെ ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. സ്വർഗത്തിൽ പ്രശ്നങ്ങളില്ല, അവിടെ ആകുലതകളില്ല. നാം അനന്തമായൊരു വികായുസിൽ ഈ പഞ്ചഭൂതങ്ങൾക്ക് അതീതരായി നിരന്തരമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അവിടെ പുനരുത്ഥാനത്തിൽ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് എടുക്കുന്നില്ല, അവർക്കിനി മരിപ്പാനും കഴിയുന്നതല്ല. അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകുന്നു. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തെ നിരന്തരം ആരാധിക്കുന്ന ദർശനം യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലും നാം വായിക്കുന്നുണ്ട്. ആകാശവിധാനത്തിൽ അഥവാ സ്വർഗതലങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. മനുഷ്യൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും ഭൂമി കൊണ്ട് അവസാനിക്കും. എന്നാൽ ഭൂമിയിൽ തുടങ്ങുന്ന സ്തുതിപ്പിൻ്റെ അനുഭവം നിത്യതയിലും തുടരും. സ്വർഗത്തിൽ ചെന്നാൽ അവിടെ പ്രസംഗമില്ല, എന്നാൽ അവിടെ പാട്ടും ആരാധനയും സ്തുതിപ്പുകളുമുണ്ട്. മന്ദിരത്തിൽ ദൈവത്തെ സ്തുതിപ്പീൻ എന്നാണല്ലോ നാം വായിച്ചത്. പുതിയ നിയമവീക്ഷണത്തിൽ ദൈവം വസിക്കുന്ന മന്ദിരം നമ്മളാണ്. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ തക്കവണ്ണം അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്നാണ് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പുറപ്പാട് 25:8 ദൈവം പറഞ്ഞത്. പഴയ നിയമത്തിലെ സമാഗമന കൂടാരവും അനുബന്ധ ആലയങ്ങളുമൊക്കെ കല്ലും മരവും തകശുതോലും ഒക്കെ കൊണ്ട് നിർമ്മിച്ചതാണ്. എന്നാൽ പുതിയ നിയമ ആത്മീക ഗ്രഹം ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാമാലയം എന്നാണല്ലോ 1 തിമോഥെയോസ് 3:15 നാം വായിക്കുന്നത്. ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ് ഈ ആത്മീക ഗ്രഹം പണിയുന്നതെന്ന് 1 പത്രോസ് 2:4-5 വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 3:16-17, 6:19 അനുഗ്രഹീതമായ 2 വചനങ്ങളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ഈ സങ്കീർത്തനത്തിലെ 2-ാമത്തെ പ്രസക്തമായ ചിന്ത
സംഗീതവും സംഗീത ഉപകരണങ്ങളും എന്നുള്ളതാണ്. യഹൂദന്മാരുടെ ആരാധനയിൽ കാവ്യങ്ങൾക്ക് അഥവാ സങ്കീർത്തനങ്ങൾക്ക് ഗണ്യമായ പങ്കുണ്ട്. യഹൂദ ആരാധനയിൽ എല്ലാ ദിവസവും സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒരു ഭാഗം വായിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വായനയിലൂടെ കിട്ടിയ അറിവ്. അതിങ്ങനെയാണ്: ഒന്നാം ദിവസം 24-ാം സങ്കീർത്തനം, ഇത് സൃഷ്ടിപ്പിൻ്റെ ആദ്യ ദിവസത്തെ സ്മരിക്കുന്നു. രണ്ടാം ദിവസം 48-ാം സങ്കീർത്തനവും, മൂന്നാം ദിവസം 82-ാം സങ്കീർത്തനവും, നാലാം ദിവസം 94-ാം സങ്കീർത്തനവും, അഞ്ചാം ദിവസം 81-ാം സങ്കീർത്തനവും, ആറാം ദിവസം 93-ാം സങ്കീർത്തനവും, ഏഴാമത്തെ ദിവസം 92-ാം സങ്കീർത്തനവും അവർ പാടുമായിരുന്നു. അപ്പോൾ സങ്കീർത്തനങ്ങൾക്ക് യഹൂദ ആരാധനയിൽ വലിയ പ്രാധാന്യതയുണ്ട്. പുതിയ നിയമത്തിൽ എഫേസ് ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും പൗലോസ് പറയുന്ന ചിന്തകൾ ഞാനിവിടെ വായിക്കട്ടെ. എഫേസ് ലേഖനം 5:18, ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും സ്തോത്രം ചെയ്തും കൊണ്ടിരിപ്പീൻ. കൊലോസ് ലേഖനം 3:16, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. സ്തുതിപ്പിൽ ഉപയോഗിക്കുന്ന 7 സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് നാം ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അടുക്കടുക്കായി പറയുന്നുണ്ട്. ഞാൻ ആ സംഗീത ഉപകരണങ്ങളുടെ പേരും അതേക്കുറിച്ചുള്ള ഹ്രസ്വമായൊരു വിവരണവും പറയാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കാഹളനാദമാണ്. വായുഭാഗം വലുതും മണിയുടെ ആകൃതിയിലുള്ളതുമായ ഒരു കുഴലാണ് കാഹളം. ചില വേളകളിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം ഉപയോഗിച്ചിരുന്നു. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളമൂതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് സംഖ്യാപുസ്തകം 10:9-10 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. യോശുവയുടെ കാലത്ത് യെരിഹോ കോട്ട പിടിക്കുമ്പോഴും ഗിദിയോൻ്റെ കാലത്ത് മിദ്യാന്യരെ തുരത്തുമ്പോഴും ഇസ്രായേൽ മക്കൾ കാഹളമൂതിയതായി തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. യോശുവ 6:13-16, ന്യായാധിപന്മാർ 7:20. സീനായി മലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട വേളയിൽ ജനം വലിയ കാഹളനാദം കേട്ടു എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ശലോമോൻ്റെ കാലത്ത് 120 പുരോഹിതന്മാർ കാഹളമൂതിക്കൊണ്ട് നിന്നു. ഇനി ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ കാഹളധ്വനി ഉണ്ടാകുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും നാം വായിക്കുന്നുണ്ട്. 2 വീണയാണ്. 10 കമ്പികളോട് കൂടിയ ചതുരാകൃതിയിലുള്ള ഒരു സംഗീതോപകരണമാണ് വീണ എന്നുള്ളത്. വീണ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ചിലയിടങ്ങളിൽ ഗിറ്റാർ എന്നും മറ്റു ചിലപ്പോൾ ഹാർപ്പ് എന്നും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 92-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ 10 കമ്പിയുള്ള വാതിർത്രം എന്നും വിളിക്കപ്പെടുന്നു. ഈ വീണയെക്കുറിച്ച് സങ്കീർത്തനത്തിൽ അനേകയിടത്ത് പറയുന്നുണ്ട്. 57:2, 81:2, 108:2, 144:9, 33:2 ഈ ഭാഗങ്ങളിലെല്ലാം കാണുന്നു. 10 കമ്പികൾ എന്നത് കൈയുടെ 10 വിരലുകളെ സൂചിപ്പിക്കുന്നു എന്നും പറയുന്നവരുണ്ട്. 3 തപ്പ് എന്ന സംഗീതോപകരണമാണ്. ഇതിനെ ഉൽപ്പത്തി 31:27 മുരജം എന്നും വിളിച്ചിട്ടുണ്ട്. മരം കൊണ്ടുള്ള ചട്ടക്കൂട്ടിൽ ഇരുവശങ്ങളിലും തോല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചെറിയ ചെണ്ടയാണ് തപ്പ് എന്നുള്ളത്. 68-ാം സങ്കീർത്തനം 25-ാം വാക്യം, 81-ാം സങ്കീർത്തനം 2-ാം വാക്യം, 149-ാം സങ്കീർത്തനം 3-ാം വാക്യം, 150-ാം സങ്കീർത്തനം 4-ാം വാക്യം എന്നീ സങ്കീർത്തന ഭാഗങ്ങളിലും കൂടാതെ ഇയ്യോബിൻ്റെ പുസ്തകം 21:12, യെശയ്യാവ് 5:12, 24:8, 30:22, ഇരമ്യാവ് 31:4 എന്നീ വേദഭാഗങ്ങളിലും തപ്പിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളാണ് പൊതുവെ തപ്പെടുത്ത് ദൈവത്തെ സ്തുതിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മിരിയാം തപ്പെടുത്ത് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. ഗോലിയാത്തിനെ കൊന്നവേളയിൽ ഇസ്രായേലിലെ സ്ത്രീകൾ തപ്പെടുത്ത് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. ഇബ്താഹ് ജയിച്ചു വരുമ്പോൾ തൻ്റെ മകൾ തപ്പുമായിട്ട് എന്നാണ് തന്നെ എതിരേൽക്കുന്നത്. 4 കിന്നരമാണ്. ബൈബിളിൽ പേര് പറഞ്ഞിരിക്കുന്ന
ആദ്യത്തെ സംഗീതോപകരണമാണ് കിന്നരം എന്നുള്ളത്. ഉൽപ്പത്തി 4:21. കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും യൂബാൽ പിതാവായി തീർന്നു. സംഗീത ശുശ്രൂഷകളിൽ കിന്നരത്തിന് അതീവ പ്രാധാന്യത ഉണ്ടായിരുന്നതായി 1 ദിനവൃത്താന്തം 25:1 2 ദിനവൃത്താന്തം 29:25 നമ്മൾ വായിക്കുന്നുണ്ട്. ചന്ദനമരം കൊണ്ട് ശലോമോൻ കിന്നരങ്ങൾ ഉണ്ടാക്കുകയും അത് ദൈവാലയത്തിന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നതായി 1 രാജാക്കന്മാർ 10:12 നമ്മൾ വായിക്കുന്നുണ്ട്. 5 തന്ത്രിനാദമാണ്. കമ്പികളിൽ വിരലോടിക്കുന്ന ഒരു സംഗീതോപകരണമാണിത്. ഇത് മറ്റ് സംഗീതോപകരണങ്ങളോട് കൂടെയോ ചില വേളയിൽ ഒറ്റയ്ക്കോ മീട്ടാറുണ്ട്. ചില വേളകളിൽ ഇതിനെ വീണയെന്നും കിന്നരമെന്നും പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്കറിയാം, ദാവീദ് കിന്നര വായനയിൽ നിപുണനായിരുന്നു. ശൗലിന് ദുരാത്മാവ് ബാധിച്ച് അവൻ കൊട്ടാരത്തിനകത്ത് ഉറഞ്ഞു തുള്ളുമ്പോൾ കിന്നര വായനയിൽ നിപുണതയുള്ള കോമളത്വമുള്ള ദാവീദിനെ വരുത്തി ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ശൗലിൽ നിന്ന് ദുരാത്മാവ് വിട്ടുമാറുകയും അവന് സൗഖ്യം വരികയും ചെയ്യുമായിരുന്നു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. 1 ശമൂവേൽ 16:16, 18:10, 19:9. 6 കുഴൽ എന്നുള്ളതാണ്. ഓടക്കുഴലിന് സമാനമായ ഒരു ഉപകരണമാണിത്. ഇംഗ്ലീഷിൽ ഫ്ലൂട്ട് എന്ന പദമാണ് ചിലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സാദോക്ക് പുരോഹിതൻ ശലോമോനെ രാജാവായി അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ജനമൊക്കെയും കുഴൽ ഊതിക്കൊണ്ട് അവൻ്റെ പിന്നാലെ ചെന്നു എന്നാണ് വായിക്കുന്നത്. യേശുക്രിസ്തു യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കാൻ അവിടെ ചെല്ലുമ്പോൾ കുഴലൂത്തുകാർ കുഴൽ ഊതിക്കൊണ്ടിരുന്നു എന്നും നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. 7 കൈത്താളം എന്നുള്ളതാണ്. കൈത്താളം എന്നുള്ളതിന് സിംബൽസ് എന്ന പദമാണ് ചിലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവാലയത്തിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പ്രാചീന സംഗീതോപകരണമാണ് കൈത്താളം എന്നുള്ളത്. ദാവീദ് പെട്ടകം കിര്യത്ത് യെയാരീമിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൈത്താളങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് 1 ദിനവൃത്താന്തം 13:8, 15:16, 19:28 എന്നീ വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ കൈത്താളം ഉപയോഗിച്ചു എന്ന് 2 ദിനവൃത്താന്തം 5:13, 16:5, 42 എന്നീ വാക്യങ്ങളിൽ നാം വായിക്കുന്നു. സെരുബാബേലിൻ്റെ കാലത്ത് ആലയത്തിന് അടിസ്ഥാനമിട്ടപ്പോഴും മതിൽ പ്രതിഷ്ഠിച്ചപ്പോഴും കൈത്താളങ്ങൾ ഉപയോഗിച്ചിരുന്നതായി എസ്രയുടെ പുസ്തകം 3:10, നെഹമ്യാവ് 12:27 എന്നീ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ചുരുക്കത്തിൽ ഈ 7 സംഗീതോപകരണങ്ങളും യഹൂദന്മാരുടെ ആരാധനാവേളകളിൽ ഉപയോഗിച്ചു പോന്ന പ്രാചീന ഉപകരണങ്ങളാണ്. ഇതിൻ്റെ ആധുനിക പതിപ്പുകളാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഗിറ്റാറും കീബോർഡും റിതം പാടും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ തെറ്റില്ല. ആളുകളെ അലട്ടാറുള്ളതും പലപ്പോഴും ചോദിക്കാറുള്ളതായ ഒരു ചോദ്യമാണ്, ഇന്നത്തെ ആരാധനാവേളകളിൽ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കണമോ വേണ്ടയോ എന്നുള്ളത്. പഴയ നിയമത്തിൽ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. പുതിയ നിയമത്തിൽ അതിനെ വിലക്കിയിട്ടില്ലാത്തതുകൊണ്ട് സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ചിന്ത. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്ന വീണ അഥവാ ഗിറ്റാർ, കിന്നരം അഥവാ ഹാർപ്പ്, കുഴൽ അഥവാ ഫ്ലൂട്ട്, കൈത്താളം അഥവാ സിംബൽസ്, തപ്പ് അഥവാ ടാമ്പറിൽ, ഇതൊക്കെ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സുവിശേഷ വിഹിത സഭയായിരിക്കുന്ന വേർപാട് സഭക്കാർ, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് തുടങ്ങിയ സഭക്കാർ അവരുടെ കൺവെൻഷൻ വേദികളിൽ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് നന്നായി പാട്ട് പാടും. അങ്ങനെ പാടുന്ന അനുഗ്രഹീതരായ ധാരാളം സംഗീതജ്ഞന്മാർ, സംഗീത ട്രൂപ്പുകൾ കേരളത്തിലും വിദേശങ്ങളിലുമുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൊതുവേദികളിലെ ആരാധനകളിൽ അവർ സംഗീതോപകരണം ഉപയോഗിക്കുമെങ്കിലും ആലയത്തിലെ ആരാധനയിൽ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ അവർ വിമുഖരാണ്. അവരതിനെ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. അതൊരു നല്ല നടപടിയാണോ എന്ന് അവർ തന്നെയാണ് സ്വയം ശോധന ചെയ്യേണ്ടത്. ജനം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യമുള്ള ആരാധനയ്ക്കായി ജനത്തെ അനുവദിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ വിധ കൃപാവരങ്ങളുടെ ഉപയോഗം, അതിൻ്റെ ശുശ്രൂഷ, അതിൻ്റെ അനുഭവം, അതിൻ്റെ അനുഗ്രഹം ഇന്നുമുണ്ട് എന്ന്
അറിയാവുന്ന അനേക സഹോദരങ്ങൾ വേർപാട് സഭകളിലുണ്ട് എന്നാണ് എൻ്റെ ചിന്ത. ഈ സങ്കീർത്തനത്തിലെ 3-ാമത്തെ ചിന്തയിലേക്ക് നാം വരികയാണ്. സ്തുതിപ്പിൻ്റെ അനുഗ്രഹങ്ങൾ എന്നുള്ളതാണ്. പാടി സ്തുതിച്ചപ്പോൾ സംഭവിച്ചതായ അനേക സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ചെങ്കടൽ കടന്നപ്പോൾ മിരിയാമും കൂട്ടരും ഗാനപ്രതിഗാനമായും ഇസ്രായേൽ മക്കളും ഒക്കെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതായി തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. 136-ാം സങ്കീർത്തനം, അതിലെ പ്രധാനപ്പെട്ട ചിന്തകൾ ഈ ചെങ്കടൽ കടന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പ്രത്യേകിച്ച് 21-ാമത്തെ വാക്യമൊക്കെ അവർ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ 120 പുരോഹിതന്മാരോടുകൂടെ നിന്ന് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. 2 ദിനവൃത്താന്തം 5:13-14 വാക്യം. യഹോശാഫാത്തിന് യുദ്ധം നേരിട്ടപ്പോൾ അദ്ദേഹം ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ട് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ യഹോവ ആ ശത്രുക്കൾക്ക് നേരെ വേറെ പതിയിരിപ്പുകാരെ വരുത്തുകയും തൻ്റെ ജനത്തിന് അത്ഭുതകരമായി വിജയം നൽകുകയും ചെയ്തു. 2 ദിനവൃത്താന്തം 20:21-22 വാക്യം. സെരുബാബേലിൻ്റെ കാലത്ത് ആലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ അവർ യഹോവേ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. എസ്രാ 3:11. പൗലോസും ശീലാസും ജയിലിൽ കിടക്കുമ്പോൾ അർദ്ധരാത്രിക്ക് അവർ പാടി സ്തുതിച്ചു. അവരുടെ കൈകളിലും കാലുകളിലും ചെങ്ങലയുണ്ടായിരുന്നു. അതുകൊണ്ട് കൈയടിച്ചോ പാടുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അവരുടെ നാവ് സ്വതന്ത്രമായിരുന്നു. സ്വതന്ത്രമായ നാവ് വെച്ചവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, ചെങ്ങലകൾ അഴിഞ്ഞു വീണു, വാതിലുകൾ തുറക്കുകയുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 16:25-26 വാക്യം. ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തതായി യോബിൻ്റെ പുസ്തകം 38:4-6 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. സ്തുതിക്ക് വളരെ പ്രാധാന്യതയുണ്ട്. യഹൂദ എന്ന വാക്കിന് സ്തുതി എന്നാണ് അർത്ഥം. ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ 2 സന്ദർഭങ്ങളിൽ യഹൂദ മുമ്പേ പോകട്ടെ എന്ന് നിയോഗം ലഭിക്കുന്നുണ്ട്. ഒന്ന് മിസ്രൈമിലേക്കുള്ള യാത്രയിലാണ്. എന്നാൽ ഗോശനിലേക്ക് യോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവൻ്റെ അടുക്കൽ മുമ്പായി അയച്ചു. ഉൽപ്പത്തി 46:28, 49:9-10 വാക്യം. കനാന്യരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ യഹൂദ പുറപ്പെടട്ടെ എന്ന് ദൈവം അരുളി ചെയ്തു. ന്യായാധിപന്മാർ 1:1-2 വാക്യം. യഹൂദയ്ക്ക് ഒരു കൊയ്ത്തുള്ളതായി ഹോശേയ 6:11 നമ്മൾ വായിക്കുന്നു. 180-ാം സങ്കീർത്തനമാണ് ഇന്ന് നാം ചിന്തിച്ചത്. ദൈവത്തിൻ്റെ ഒരു മഹാകരുണയുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ 180 സങ്കീർത്തനങ്ങളുടെ പഠനം നടത്തുവാനും അത് വരും കാല തലമുറയ്ക്ക് വേണ്ടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും സാധിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതിന് സാധുവായ എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ പിന്നെയും മഹത്വം കരയറ്റുന്നു. 3 പ്രധാന ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, 180-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. 180 സങ്കീർത്തനങ്ങളെ 5 വാല്യങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിലെ ഓരോ വാല്യവും അവസാനിക്കുമ്പോൾ മാത്രമാണ് യഹോവയെ സ്തുതിപ്പീൻ എന്ന പ്രബോധനം. എന്നാൽ 5-ാം വാല്യം തുടങ്ങുമ്പോഴും തീരുമ്പോഴും സ്തുതിപ്പീൻ എന്ന പ്രബോധനം മാത്രമാണോ? 180-ാം സങ്കീർത്തനത്തിൽ 6 വാക്യമേ ഉള്ളൂ. 13 പ്രാവശ്യം ദൈവത്തെ സ്തുതിപ്പീൻ എന്ന പ്രബോധനം നാം കാണുകയാണ്. 2, സംഗീതവും സംഗീതോപകരണങ്ങളും എന്നുള്ളതാണ്. 7 സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നതായി 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുകയുണ്ടായി. ആ സംഗീതോപകരണങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും അതിൻ്റെ ആധുനികമായ അർത്ഥങ്ങളും നാം കാണുകയുണ്ടായി. പുതിയ നിയമ ഇസ്രായേലിയരായ നമുക്കും നമ്മുടെ മുഴുവൻ വ്യക്തിത്വവും പങ്കുചേർന്ന് സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് വികാരങ്ങളോടെ, ശരീരത്തിൻ്റെ ചലനാത്മകതയോടെ
സന്തോഷത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കാവുന്നതാണ്. 3 സ്തുതിപ്പിന്റെ പ്രാധാന്യതകളായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ പാടി സ്തുതിച്ചപ്പോൾ സംഭവിച്ച നിരവധി കാര്യങ്ങൾ നാം കാണുകയുണ്ടായി. ചെങ്കടൽ കടന്നപ്പോൾ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. യഹോശാഫാത്തിന് യുദ്ധമുണ്ടായപ്പോൾ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. ശലോമോന്റെ ആലയ പ്രതിഷ്ഠയിൽ സെരുബാബേലിന്റെ ആലയത്തിന്റെ തറക്കല്ലിട്ടപ്പോൾ, ദൈവം ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോൾ ഒക്കെ ദൈവത്തെ പാടി സ്തുതിച്ചതായി നാം കാണും. യഹൂദ എന്ന വാക്കിന് സ്തുതി എന്നാണ് അർത്ഥം. സ്തുതി മുമ്പേ പോകട്ടെ എന്ന് ദൈവം പറഞ്ഞ 2 സന്ദർഭങ്ങളും നാം കാണുകയുണ്ടായി. സഹോദരങ്ങളെ, നമുക്കും ദൈവത്തെ സ്തുതിക്കുന്നവരായി തുനിയാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ സ്തുതിക്കാനാണ് പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും പൗലോസ് പങ്കുവയ്ക്കുന്നത്. 1-6 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ വായിക്കട്ടെ. ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. ദാവീദും ആസാഫും സോളമനും ഹേമാനും ഏഥാനും മോശയും. ദാവീദും ആസാഫും സോളമനും ഹേമാനും ഏഥാനും മോശയും കോരഹിൻ പുത്രന്മാരും പാടിപ്പുകഴ്ത്തിയ കീർത്തനങ്ങൾ. കോരഹിൻ പുത്രന്മാരും പാടിപ്പുകഴ്ത്തിയ കീർത്തനങ്ങൾ. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. വീണയും നാദവും കൈത്താളവും തപ്പും തമ്പുരുവും കിന്നരവും. വീണയും നാദവും കൈത്താളവും തപ്പും തമ്പുരുവും കിന്നരവും ഒന്നിച്ചിണക്കി സ്തുതിച്ചിടാം നാം. പൂർണ്ണ ഹൃദയത്തോടാരാധിക്കാം. ഒന്നിച്ചിണക്കി സ്തുതിച്ചിടാം നാം. പൂർണ്ണ ഹൃദയത്തോടാരാധിക്കാം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. മനുഷ്യാശ്രയം വ്യർത്ഥം, ദൈവാശ്രയം ശ്രേഷ്ഠം. ഇതാണല്ലോ മധ്യവാക്യം. മനുഷ്യാശ്രയം വ്യർത്ഥം, ദൈവാശ്രയം ശ്രേഷ്ഠം. ഇതാണല്ലോ മധ്യവാക്യം. വേദത്തിൻ സാരാംശവും എക്കാല ഭക്തരും പാടിടുന്ന വേദത്തിൻ സാരാംശവും എക്കാല ഭക്തരും പാടിടുന്ന സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. ആലപിക്കാം, നമുക്കാരാധിക്കാം. ആത്മാവിൽ ചൈതന്യം ആസ്വദിക്കാം. ആലപിക്കാം, നമുക്കാരാധിക്കാം. ആത്മാവിൽ ചൈതന്യം ആസ്വദിക്കാം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനം.
കീർത്തനങ്ങൾ